ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്ന ബാക്കപ്പ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റീസ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ആ രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ ഡെയിലി ബാക്കപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമുക്ക് ഓട്ടോമാറ്റിക് ഷെഡ്യൂൾ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളത് വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ ഡെയിലിയോ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ പ്ലഗിൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അപ്ഡ്രാഫ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് സെക്ഷനിൽ വരിക. അവിടെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് അപ്ഡ്രാഫ്റ്റ് പ്ലസ് ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാക്കപ്പാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുകളിലേക്ക് വരിക, സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. ഇവിടെയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര ദിവസം ഇടവിട്ടാണോ നമുക്ക് ബാക്കപ്പ് ഓട്ടോമാറ്റിക് വേണ്ടത് നമുക്കത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തു വെക്കുന്ന നമ്മുടെ ബാക്കപ്പ് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ടൈം പീരീഡാണ് അവിടെ കാണിക്കുന്നത്. സോ നമ്മളതൊരു 4 വീക്സ് കൊടുത്തു കഴിഞ്ഞാൽ 4 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഓരോ ബാക്കപ്പ് ഓട്ടോമാറ്റിക് അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? സോ നമുക്ക് എത്ര ദിവസം കൂടുമ്പോൾ ബാക്കപ്പ് എടുക്കണം എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് എടുത്തേക്കുന്ന ബാക്കപ്പ് എത്ര ദിവസം കഴിയുമ്പോൾ ഡിലീറ്റായി പോവും എന്നും നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ നമ്മുടെ ബാക്കപ്പ് എല്ലാ വീക്കിലിയും നമ്മുടെ ബാക്കപ്പ് വെബ്സൈറ്റ് എടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ബാക്കപ്പ് നമ്മുടെ വെബ്സൈറ്റിൽ 4 ആഴ്ചത്തോളം ഉണ്ടാവും. ഓക്കെ, അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പുതിയ ബാക്കപ്പ്സ് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കുന്ന ബാക്കപ്പ് നമുക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് സേവ് ചേഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സേവിങ് കഴിയാൻ നേരത്ത് നമുക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ഫോളോ ദിസ് ലിങ്ക് ടു ഓതറൈസ് ആക്സസ് ടു ഗൂഗിൾ ഡ്രൈവ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഏത് അക്കൗണ്ടാണ് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ആ അക്കൗണ്ട് ഇവിടെ ചൂസ് ചെയ്യാം. അതിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ എലോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത്. നമ്മളിതാ തൊട്ടടിയിൽ കാണുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിരിക്കുകയാണ്. ഒന്ന് സ്ക്രോൾ ചെയ്താൽ തൊട്ടടിയിൽ നമുക്ക് അതിൻ്റെ കാണാം നമ്മുടേതാ ഇവിടെ ഗൂഗിൾ ഡ്രൈവായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അവരവിടെ കാണിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ബാക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിൽ എല്ലാ വീക്കിലിയും ബാക്കപ്പ് ഓട്ടോമാറ്റിക് എടുത്തോളും. അത് ഓട്ടോമാറ്റിക് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആയിക്കോളും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഗൈസ്.